മുച്ചി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കേണ്ടത് കുടുംബം ഒറ്റയ്ക്കല്ലെന്നും നാടിന്റെ ഉത്തരവാദിത്തമാണെന്നും സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് മാസം തോറും സഹായം നൽകുന്ന തലക്കാട് ഗ്രാമപഞ്ചായത്ത് സ്നേഹകിരണം പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കേണ്ടത് കുടുംബം ഒറ്റയ്ക്കല്ലെന്നും നാടിന്റെ ഉത്തരവാദിത്തമാണതെന്നും സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് മാസം തോറും സഹായഭത്ത നൽകുന്ന തലക്കാട് പഞ്ചായത്തിന്റെ മാതൃക കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് ഭരണസമിതികളും ഏറ്റെടുക്കണമെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. അപ്പൊ നമുക്ക് അവരെ ഏറ്റെടുക്കണം. കുടുംബങ്ങൾ അല്ലെങ്കിൽ സമൂഹം ഏറ്റവും മികച്ച നിലയിലുള്ള അനുഭാവപൂർണമായ സമീപനം അവരോട് കാണിക്കണം. അവർ ഒന്നാമത് പരിഗണന നൽകി ചേർത്ത് പിടിക്കേണ്ടവരാണ്. മാനവികമായിട്ടുള്ള കാഴ്ചപ്പാട്, മനുഷ്യത്വപരമായ കാരുണ്യം അർഹിക്കുന്നവരാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് പൊതുസമൂഹത്തിൽ ഉണ്ടാകണം. ഭിന്നശേഷിക്കാരോടും ബൗദ്ധിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരോടുമുള്ള സമൂഹത്തിന്റെ മനോഭാവത്തിൽ മാറ്റം വരുത്തണം. മനോഭാവത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം വരുത്തി തടസ്സരഹിത കേരളം, ബാരിയർ ഫ്രീ കേരള എന്നുള്ള ആശയം പൂർണ്ണമായി സാക്ഷാത്കരിക്കണം എന്നുള്ളതാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ ഉദ്ദേശം. അതാണ് അഭിലാഷം. തലക്കാട് ഗ്രാമപഞ്ചായത്ത് സ്നേഹകിരണം പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ടി ഇസ്മായിൽ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം അധ്യക്ഷന്മാരായ ടി അനിത, എൻ പി ഷെരീഫ ബി, നുസൈബ ഇടത്തരത്തിൽ, CDPO റംല ബീഗം, പഞ്ചായത്ത് സെക്രട്ടറി അനു അലക്സ്, ഡോക്ടർ മുഹമ്മദ് ഫാസിൽ, പി മുഹമ്മദ് അലി, കെ രാകേഷ്, CP ബാപ്പുട്ടി, അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ, പി രാജു, പിമ്പറത്ത് ശ്രീനിവാസൻ, യൂസഫ്, MT വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് AK ബാബു സ്വാഗതവും നീതുലക്ഷ്മി നന്ദിയും പറഞ്ഞു.